ഇത് കുടിക്കേ, കുറച്ച് ആശ്വാസം കിട്ടും. വേണ്ട, ഛർദ്ദിക്കും എന്ന് കരുതി ഒന്നും കഴിക്കാതിരുന്നാലോ? അത് കുടിക്കേ. മതി. സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ കേക്കില്ല. ശ്രദ്ധിക്കേണ്ടത് നമ്മളല്ലേ? നിന്നെ പോലെ തന്നെയല്ലേ മറ്റു കുട്ടികളും? അവർക്കെന്താ ഇങ്ങനെ ഒരു അബദ്ധം പറ്റാത്തത്? 2 മാസമായിട്ടും നീ ഇത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ അത് വിശ്വസിക്കാൻ മാത്രം വിട്ടിയൊന്നും അല്ല ഞാൻ. നിനക്കിത് 2ാമത്തെ പ്രാവശ്യ. ആദ്യത്തേത് തന്നെ സമയം കഴിഞ്ഞിട്ടും വൈദ്യരുടെ ഒറ്റ മിടുക്കൊണ്ടാ കളയാൻ കഴിഞ്ഞത്. എന്നിട്ടോ 1 മാസത്തേക്ക് ഇവൾക്ക് എണീറ്റൊന്നും നടക്കാൻ പോലും കഴിഞ്ഞില്ല. നിന്നെ കരയിക്കാൻ പറഞ്ഞതല്ല. പെൺകുട്ടിയാണെങ്കിൽ പുരയിലമ്മയ്ക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കും. കാര്യങ്ങളൊക്കെ കൃഷ്ണൻ പറഞ്ഞില്ലേ? എല്ലാവരും ഒന്ന് പുറത്തേക്ക് നിന്നോളൂ. നിന്നോളൂ നിന്നോളൂ. ഇതൊന്നും നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ലല്ലോ. കിടക്കൂ. അധികം വൈകാതിരിക്കുന്ന നല്ലത്. ആൺകുട്ടിയാണെന്ന് ഉറപ്പാണോ? അതെന്താ ദേവം അങ്ങനെ ഒരു ചോദ്യം? എപ്പോഴത്തേക്കാ? ഇന്ന് തന്നെ ആവണേന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ശരി. എന്നാലും അതാടെ ആയിരിക്കും. ഏത് ഗർഭം? ഇതേതാ മാസം? മാർച്ചല്ലേ? അതല്ലടോ, അവക്കിതേതാ മാസം? 2 അവള് പറഞ്ഞേ. വൈദ്യരുടെ കണക്ക് മാസം 3. 3. മൂന്നൊക്കെ ആയാ പിന്നെ വലിയ ബുദ്ധിമുട്ടാ. അതിപ്പോ 10 ആയാലും നമ്മുടെ വൈദ്യര് കലക്കും. ഈ വക കാര്യത്തിനൊക്കെ ആള് മിടുക്കനാ. എന്നാലും ആരുടെ ആയിരിക്കും? നീ ഇപ്പൊ തറഞ്ഞ അടങ്ങുള്ളോ? എന്നാലും അവിടുന്ന് നല്ലടോ, അകത്തൂന്ന്. എന്നാലും അതാരുടെ ആയിരിക്കും? കരയല്ലേ? ഒന്നുമില്ല. എന്നാ എന്റെ ദേവം പുറത്തേക്ക് നിന്നോളൂ. ആ വാതിലടിക്കണോ? ഓ ഓ എന്തായി? എന്ത് കാണാനിരിക്കുക? പോയി കിടന്നൂടെ? വൈദ്യര് പറഞ്ഞിട്ട് ഇന്നോളം തെറ്റിയിട്ടില്ലല്ലോ. ഈ പൊരയിൽ ആൺകുട്ടികൾ പറഞ്ഞിട്ടുമില്ല. അകത്ത് പോവാൻ. തനിക്കൊരു കോളുണ്ട്. എത്രേ? 20. 20 20. നമ്മുടെ ഇതാരാ? അവരുവോ? നല്ല ആളാ. അന്ന് മലേഷ്യക്കാരനുമായിട്ട് വന്നതിൽ പിന്നെ ഈ വഴിക്ക് കണ്ടിട്ടില്ല. അത് പിന്നെ കണ്ട ആപ്പയും ഊപ്പയും കൊണ്ടൊക്കെ ഇങ്ങോട്ട് വരാൻ പറ്റുമോ? അന്തസ്സില്ലാത്ത ഒരുത്തിനെയും കൊണ്ട് അവര് വരില്ല. എന്താ വന്നിട്ടുണ്ടോ? അത് പിന്നെ അവരുവിനെ എനിക്കറിയില്ലേ.
തന്റെ ആ സേട്ടുണ്ടല്ലോ, ആ പശുവിന്റെയും പന്നിയുടെയും തോലൊക്കെ കയറ്റി അയക്കുന്ന. ആ എല്ലാവരും ഉണ്ട്. ആ അവർക്കൊക്കെ വേണ്ടതേ പുതിയ പുതിയ ഫിഗറുകളാ. അവര് നോക്കിക്കോ. ആ എന്റെ മാല ഒന്നിങ്ങ് വന്നോട്ടെ, ഓ പിന്നെ ഈ പറഞ്ഞോമാരൊക്കെ ക്യൂ നിൽക്കും ഇവിടെ. അതൊക്കെ പോട്ടെ. ഞാനിപ്പോ വന്നത് എന്തു കോളുമായിട്ടാന്നാ പൊരേലമ്മ കരുതിയേ. വെറും കോളല്ല, മലങ്കോള്. ആരാ പാർട്ടി? സിംഗപ്പൂരും മലേഷ്യ ഒന്നും അല്ല, ഡൽഹിയാ, ആ. ന്യൂഡൽഹി. ആ. പിന്നൊരൊറ്റ നിർബന്ധമേ ഉള്ളൂ, പാട്ടും കൂത്തും വേണം. ഹാ നിന്നേ അതാ ഞാൻ പറഞ്ഞത് തനിക്കൊരു കോളുണ്ടെന്ന്. എപ്പോഴത്തേക്കാ വരവ്? ഹാ വന്നോണ്ടിരിക്കല്ലേ. കേട്ടില്ലേ ശാന്താറാം? എങ്ങനെയാ ചെയ്യാം. ആ, ശാന്താറാമിന്റെ സമയം മൊത്തത്തിൽ അങ്ങ് തെളിയുന്ന ലക്ഷണമാ. അതെ, ഈ അൻസാരികൾക്കൊക്കെ ഉള്ള ആൾക്കാരെ മുഴുവൻ വിളിച്ചേക്കണം. കാശ് എത്രയാന്ന് പറഞ്ഞാ മതി. ഈ കൊലക്കൂടി കുടിച്ചു കുടിച്ച് തന്നെ കൊണ്ട് ഇനി പാടാൻ പറ്റുമോ? വാവാ क्या नाच है. ഊ. മോളെ, നീ ഉറങ്ങിയായിരുന്നോ? അച്ഛൻ ഇന്ന് ഒത്തിരി സന്തോഷമുള്ള ദിവസമാണ്. ഒരുപാട് നാളുകൂടി അച്ഛൻ ഇന്ന് പാടി മനസ്സ് നിറഞ്ഞ്. മോക്ക് സന്തോഷം തോന്നണില്ലേ? നിനക്കെന്താ സുഖമില്ലേ? എന്നാ മോള് കിടന്നോ. കഴിക്കാനൊന്നും ഇല്ലയോടി? താൻ ഇനിയും ഒന്നും പറഞ്ഞില്ല. എല്ലാം തീരുമാനിച്ച സ്ഥിതിക്ക് ഞാൻ ഇനി എന്ത് പറയാനാ? പോണം, പോയേ, അല്ലെങ്കിൽ അവരെന്റെ കുട്ടിയെ കൊണ്ടുപോകും. പോണോന്ന് പറയുമ്പോ എങ്ങനെയാ തന്റെ മനസ്സില്? രാത്രിക്കുള്ള മെയിലിന് ഇന്നോ? ഇന്ന് തന്നെ പോണമെന്നായിരുന്നു. പക്ഷെ എൻ്റെ കയ്യില്. ഞാനൊന്ന് നോക്കട്ടെ, താൻ സമാധാനായിട്ടിരിക്കേ. 2-3 ദിവസത്തിനകം നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം. അതുവരെ ആർക്കൊരു സംശയം വരരുത്, പ്രത്യേകിച്ചും പുരയിലുള്ളവർക്ക്. പോവാണെന്ന് പറഞ്ഞു, പക്ഷെ എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ല. എവിടേക്കാ? അറിയില്ല.
ശിവു അപ്പഴേ നാളെ പൂവിന്റെ കാര്യം എങ്ങനെയാ? ഇന്നത്തെ പോലെ തന്നെ ആവുമോ? മാലച്ചിക്ക് സുഖമുണ്ടെങ്കിൽ കൊണ്ടുവരാം. ഒരു 10-25 മുഴങ്ങളും തന്നുവിടാൻ പറ അവളോട്. നിന്റെ മാലേച്ചിക്ക് എന്താടാ പെട്ടെന്നൊരു അസുഖം? വയറുവേദനയാ. അച്ഛനില്ല, പുരയില. അറിയാം. ആ ശുഭചെറുക്കൻ പറഞ്ഞു അവന്റെ മാലേച്ചിക്ക് എന്തോ സുഖമില്ലെന്നോ വയറുവേദനയെന്നോ. എന്താ മോളെ അസുഖം? ശാന്താറാം, ശാന്താറാം, ഒന്ന് നിർത്തേൻ കുട്ടികളെ. പകലെന്നില്ല രാത്രിയെന്നില്ല, ഇനിയൊക്കെ നാളെ ആവാം. ഒന്നും കളിക്കാൻ സമ്മതിക്കില്ല. ഇവറ്റകളെ കൊണ്ട് തോറ്റു. ശാന്താറ, നിങ്ങൾ വേഗം വീട്ടിലേക്ക് ചെല്ല്. മാലയ്ക്ക് എടുക്കാനുള്ള എന്താന്ന് വെച്ചാ എടുത്തോളാൻ പറ. ഞങ്ങള് ദേ വരികയായി. താൻ എന്താ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നേ? നമ്മുടെ മാല വലിയ പെണ്ണായി. വയറുവേദന അറിഞ്ഞേ ഞാൻ ചെന്ന് നോക്കിയപ്പോഴേ കാര്യം പറഞ്ഞത്. നിങ്ങളുടെ മുഖത്തെന്താ ഒരു സന്തോഷമില്ലാത്ത? എന്താ താനിത് അറിഞ്ഞിട്ടും എന്നോട് പറയാതിരുന്നാണോ? അയാൾ എന്തിനാ പറയാതിരിക്കുന്നത്? അയാൾക്ക് ഗുണമുള്ള കാര്യമില്ലേ? അതെന്തോ ആട്ടെ, ചെല്ല്. ഇന്ന് തന്നെ അവളെ പുരയിലേക്ക് കൂട്ടണം. വെറുതെ ഒന്നുമല്ല, രാജകുമാരിയെ പോലെ അണിയിച്ചൊരുക്കി വില്ലുവണ്ടിയെ കയറ്റി കൊണ്ടുവരും ഞാൻ. ചെല്ല്, വേഗം ആവട്ടെ. പോന്ന വഴിക്കിനി കുടിക്കാനൊന്നും നിൽക്കണ്ട. ചടങ്ങിനുള്ളതൊക്കെ വാങ്ങിച്ചോ, ഞങ്ങള് വന്നോളാം. ഇന്ന് നേരത്തെയാണല്ലോ. എന്താ എന്താച്ചാ? എടുക്കാനുള്ള എന്താന്ന് വെച്ചാ എടുത്തോ. നമ്മൾ പോവുക. എവിടേക്ക്? ഏത് നരകത്തിലേക്കെങ്കിലും. നീ ഇങ്ങനെ മിഴിച്ചു നിൽക്കാതെ വേഗം ഇറങ്ങാൻ നോക്ക്. ശാന്താറാം, ശാന്താറാം, അച്ഛാ, ഇത് ഞാനാടോ, വൈദ്യരാ. അല്ല, നമ്മുടെ മാലമോളെന്തേ? ഇവിടെ ഇല്ല, ശിവുവിന്റെ അടുത്ത് വരെ പോയതാ. ഓ, പോണ കാര്യം പറയാനായിരിക്കും. വെറുതെ അല്ല, ഞാൻ കരുതുകയും ചെയ്തു. എന്താ ഇവിടെ വെട്ടവും വെളിച്ചമൊന്നും കാണാത്തേന്ന്. താൻ പോയൊരു വിളക്ക് എത്തിച്ചിട്ട് പോവാ. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. വീശാനാണെങ്കിൽ ഞാനും വരാം. അവരൊക്കെ എത്തുമ്പോഴേക്കും നമുക്ക് ഇങ്ങ് വരികയും ചെയ്യാം. എന്നാ വാ. ഇതൊന്ന് അകത്തേക്ക് വെച്ചേക്ക്.